സർക്കാർ തുക അനുവദിച്ചെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് സപ്ലൈകോ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ. സർക്കാർ അനുവദിച്ച 19 കോടി രൂപ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക അടയ്ക്കാൻ പോലും തികയില്ല എന്നാണ് കരാറുകാരുടെ വെർഷൻ. 30 കോടിയോളം രൂപയാണ് കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. എബിൻ ജോസ്, പറയൂ വിശദാംശങ്ങൾ. SKN സപ്ലൈകോയിൽ ട്രാൻസ്പോർട്ടേഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളുടെ സംഘടനയാണ് ഇപ്പോൾ സമരം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ സപ്ലൈകോ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ 19 കോടി രൂപ അനുവദിക്കാമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ സംഘടന വ്യക്തമാക്കുന്നത്. കാരണം ഇവർക്ക് നിലവിൽ 30 കോടിയിലധികം രൂപ ഈ കരാർ കുടിശ്ശികയായിട്ട് ലഭിക്കാനുണ്ട്. ഇതിൽ മുഴുവനായി ലഭിച്ചാൽ മാത്രമാണ് സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ. ഇപ്പൊ നൽകിയിരിക്കുന്ന 19 കോടി രൂപ കൊണ്ട് ക്ഷേമനിധി കുടിശ്ശിക മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുന്നത്. മറ്റു ബാധ്യതകളുടെ ഒന്നും ഇവർക്ക് നികത്താൻ സാധിക്കില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ തുകയും അക്കൗണ്ടിൽ എത്താതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇപ്പോൾ കരാറുകാരുടെ സംഘടന പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു. എബിൻ ജോസ് ആണ് ടെലിഫോണിൽ ചേർന്നത്.